ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഭാരതയും അതുപോലെ കൃഷും കൂടി തന്നെ നല്ല അഭിനയിച്ച് തീർക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഭാഗ്യശ്രീയാണ് കേട്ടോ. ഭാഗ്യശ്രീ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് വരികയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലരാമൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയാണെന്നുള്ളത്. അതിനുശേഷം തന്നെ ഭാനുമിത്രയോടും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ഏട്ടനെ നിങ്ങൾ പുറത്തിറക്കാത്ത കാരണം നിങ്ങൾ അവരുടെ അച്ഛനും അമ്മയും അല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, സാഗറും സുജാതയും കൂടിയാണ് ഏട്ടൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അല്ലാതെ പറയുന്ന സമയത്ത് തന്നെ എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വാ തുറന്നാൽ പച്ച കള്ളമല്ലേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെ കണ്ടെത്താന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. യഥാർത്ഥ അച്ഛനും അമ്മേനെ അവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന് അവരോട് പകയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ അഹങ്കാരം നിർത്തിത്തരാം എന്നൊക്കെ പറയുന്നു കേട്ടോ. വീണ്ടും കാണിക്കുന്നത് കൺമണിയാണ് കേട്ടോ. കൺമണി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നു. പിന്നീട് അമ്മായിമാരെ കൺമണിയെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. അതിന് പറയുന്നുണ്ട്, നീ എവിടെയാണ്, എവിടേക്കാണ് പോയിരിക്കുന്നത്, നീ ഇവിടേക്ക് വരേണ്ട ആവശ്യം നിനക്കില്ല, നിനക്കൊരു വീടുണ്ടാവും, ചിലപ്പോൾ അവിടെ താമസിപ്പിക്കാൻ കുറേ ആളുകളുണ്ടാവും, പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നീ കാരണം ഞങ്ങൾക്ക് ഇന്ന് ജോലിയും പോയി, മാത്രമല്ല കിടപ്പാടും നഷ്ടപ്പെട്ടു. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളെ ഇങ്ങനെ ഇരുട്ടിലാക്കിയിട്ട് നീ വെളിച്ചത്തിരുന്ന് ചിരിക്കുവല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിമാർ അവളെ ഒരുപാട് ശാസിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മാനസയും അതുപോലെ കൺമണിയൊക്കെ ഓഫീസിൽ വരുന്ന സമയത്ത് തന്നെ മാനസയാണെങ്കിലോ കൃഷ്ണനെ കിട്ടിയ സന്തോഷത്തിൽ കൃഷ് അഭിനയിക്കല്ല എന്നുള്ളതാണ് മാനസിക യഥാർത്ഥ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സമയത്ത് തന്നെയാണ് കൺമണി കാണാൻ വേണ്ടിയിട്ട് തന്നെ കൃഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കൃഷ് ആണെങ്കിലോ തട്ടി മാറ്റാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ മാനസയോട് നല്ല സ്നേഹത്തിന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് കുളവാക്കാൻ സമ്മതിക്കില്ലല്ലോ. അത് കാരണം തന്നെ ഇതെല്ലാം തന്നെ പാവം കൺമണി അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൺമണിക്ക് നല്ല സങ്കടം ആവുന്നുണ്ട് കേട്ടോ. കൺമണിയോട് പിന്നീടും കൃഷി വന്നിട്ട്, അതൊക്കെ വെറുതെ കൺമണി, ഞാൻ അവളോട് സ്നേഹം കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു, അല്ലാതെ എനിക്ക് അവളോട് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. അപ്പോൾ തന്നെ കൺമണി തിരിച്ച് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഇത് അഭിനയമൊന്നല്ല, ഇത് ശരിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും കൃഷും കൺമണി തന്നെയായിരിക്കും എന്നും ഒന്നാവുക. പക്ഷേ അതിനു വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി നടക്കുക കേട്ടോ നമ്മുടെ കൃഷി. ഇത്രയും കാണിച്ചു വരുന്ന പ്രൊമോ വിശേഷം കഴിയുന്നത് എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും